ആക്ച്വലി എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ആഴ്ചയിലല്ല പ്രശ്നം, ഡെയിലി പ്രശ്നമാണ്. ഇവിടെ കല്യാണം കഴിച്ചതിന് ശേഷം ഡെയിലി പ്രശ്നം. എന്റെ ജഡേജ് നിങ്ങൾ മനസ്സിലാക്കണം. അത് പിന്നെ ജഡ്ജി എന്നെ മനസ്സിലാക്കണം. എനിക്ക് ഇവളോട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. രണ്ടും രണ്ട് പാത്രമാക്കണം. വേറെ പിടിച്ച് അന്നേ പറ്റൂ. അയ്യടാ, അല്ലെങ്കിൽ നിങ്ങളെ കൂടെ ആര് താമസിക്കണത്? ജഡ്ജി സാറേ, എനിക്ക് ഒരു നിമിഷം പോലും ഇയാളെ കൂടെ താമസിക്കണ്ട. എനിക്ക് എത്രയും പെട്ടെന്ന് റിവേഴ്സ് വേണം. എനിക്ക് എത്രയും പെട്ടെന്ന് റിവേഴ്സ് വേണം. അല്ല, ഈ റിവേഴ്സ് എന്ന് പറഞ്ഞ അത് ഈ ഭാര്യയും ഭർത്താവും കൂടെ പിരിയുമ്പോ നമുക്ക് കോടതിയിൽ നിന്ന് ഒരു പേപ്പർ വരൂല. അത് കേട്ടാ, വിവാഹ മോചനത്തിന് പറഞ്ഞതാണ് റിവേഴ്സ്. ഇതാണ് വിദ്യാഭ്യാസമില്ല, വിവരമില്ല. എനിക്ക് ഇതിന്റെ കൂടെ മുന്നോട്ട് പോകാൻ പറ്റില്ല. പുതിയ കാലഘട്ടം, ന്യൂ ജനറേഷൻ. ഞാൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? അതുകൊണ്ട് ഇവളുമായിട്ടുള്ള ബന്ധം എനിക്ക് വേണ്ട. ഐ വാണ്ട് ഡ്രൈവാഷ്. ഐ വാണ്ട് ഡ്രൈവാഷ്. ഈനാം പേച്ചയ്ക്ക് മരപ്പെട്ടി കൂട്ട്. ഡ്രൈവേഴ്സ് അല്ല, ഡിവോഴ്സ്. 7ാം ക്ലാസ് വരെ പഠിച്ച ഇതെങ്കിലും പറഞ്ഞ് സംഭവം പിടിയിട്ടില്ല നിങ്ങൾക്ക്. ഒരു ജോലിക്ക് കുലിക്കുകൾ പോവില്ല സാറേ. അത് മാത്രം പറയുന്നത്. ജോലിക്ക് എന്റെ കുടുംബത്തിൽ ജോലിക്ക് പോകാത്ത ഒരു മനുഷ്യൻ പോലും ഇല്ല. അറിയാം, എല്ലാവർക്കും ജോലി. അപ്പൊ അച്ഛൻ റിട്ടയർ ആയോ? ഇല്ല, പുള്ളി തന്നെ ഇപ്പോഴും എന്റെ അച്ഛൻ. അതല്ല, അച്ഛൻ ജോലിയിൽ നിന്ന് റിട്ടയർ ആയോ? ഇല്ല, ഇപ്പോഴും സർവീസിലുണ്ട്. എന്താണ് അച്ഛൻ ജോലി? മേലെടുത്ത് രാഘവൻ നായർ IPS. അപ്പോ സാറേ പച്ച കള്ളമാണ്. എന്താണ് എന്റെ അച്ഛൻ IPS അല്ലേ? സാറേ, ഇയാൾ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇയാളുടെ അച്ഛൻ IPS എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചത്. ചുമ്മയാണ് സാറേ, വെറും പപ്പട കച്ചവടമാണ് ഇയാൾ അച്ഛന്. ഈ പപ്പട കച്ചവടം IPS എങ്ങനെ മാച്ച് ആവണേ? അതെ, പപ്പട കച്ചവടം. അച്ഛന്റെ കടയുടെ പേരാണ് ഇന്ത്യൻ പപ്പടം സർവീസ്, IPS. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ല, ഞാൻ വേറെ വല്ലതും പറഞ്ഞ. താങ്കൾക്ക് അവിഹിതമുണ്ടോ? താങ്കൾക്ക് അവിഹിതമുണ്ടോ? ഉണ്ട്. ഞാൻ ചോദിച്ചത് ശ്രദ്ധിച്ച് കേൾക്കണം. കേട്ട് ഞാൻ. താങ്കൾക്ക് അവിഹിതമുണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ട്, ഉണ്ട്. സാറിനും ഉണ്ടല്ലോ. ഒരിക്കലും സാറിനും ഉണ്ടല്ലോ. എനിക്കാ? ഞാൻ കണ്ട, കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടതാണല്ലോ. ശ്രദ്ധിച്ച് കേക്ക്. അവിഹിതമുണ്ടോ എന്നാണ്. ഉണ്ടെന്ന്. കഴിഞ്ഞ ആഴ്ച ഞാൻ പോയപ്പോ 2 കിലോ പച്ചരി, 4 കിലോ ചാക്കരി, 1/2 കിലോ പഞ്ചസാര, 1 ലിറ്റർ മണ്ണെണ്ണ എനിക്ക് കിട്ടി. എന്റെ അരിവിഹിതം. സാറ് അവിടെ കിടന്ന് മണ്ണെണ്ണ കിട്ടിയെന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ റേഷൻ കടയിൽ. അരിവിഹിതം കിട്ടിയെന്ന് പറഞ്ഞു. അരിവിഹിതമല്ല, അവിഹിതം. ഇതൊക്കെ ആരോട് പറയാ? സാറേ, എനിക്ക് ഇയാളെ വേണ്ടാന്ന് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ ഒരു കാരണം ഞാൻ ഇവിടെ പറയാം. എന്റെ അച്ഛൻ എനിക്ക് സ്ത്രീധനം തന്ന വസ്തുവില് ഒരു തേക്കും ഈട്ടി തൈകളും ഒക്കെ ഉണ്ടായിരുന്നു. ഈട്ടി വരി കുറെ മരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വെട്ടിമുറിച്ചിട്ട് ഇയാൾ പഞ്ഞിമരം കൊണ്ട് നട്ടു സാറേ. അത് ഞാൻ നാളത്തെ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ചത്തു കഴിഞ്ഞാൽ ഈ ഈട്ടിയും തേക്കും ഫർണിച്ചറും ചമ്മ നമുക്ക് മേളിൽ പോകാൻ പറ്റൂല. പറ്റുമോ? പക്ഷേ പഞ്ഞിമരം വെച്ച് കഴിഞ്ഞാൽ ചാമ്പോ മൂക്കിൽ പഞ്ഞെങ്കിലും വെച്ചോണ്ട് പോവാം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മിസ്റ്റർ രസനകുമാർ, ഇയാൾ പറഞ്ഞതൊക്കെ സത്യമാണോ? മനസ്സിലായില്ല പറഞ്ഞത്. എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല. അല്ല, മനസ്സിലായില്ല. എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത് രസനകുമാർ? നാക്ക് പിടിച്ചെങ്കിലും പറഞ്ഞോ. പറയൂ രസനകുമാർ. സാറേ, ഇങ്ങനൊരു കേസില്ല. ഞാൻ അത് വെറുതെ പറഞ്ഞു, അത് വിട്ടളയത്.